അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെ കുറിച്ചാണ്. ഏ എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ സ്കൂൾ ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെക്കിംഗ് പ്രോസസ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം പോലെ തന്നെ ഒരു ഇപ്പോൾ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷനാണ്. ഒരു കുട്ടിയുടെ പഠനം എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ മെത്തേഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണല്ലോ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സ്കൂളിൽ ഇവാലുവേഷന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലെ എക്സാം വെച്ച് നോക്കുമ്പോൾ സ്കൂളിലെ എക്സാം എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷനാണ്. അതിന് ഉപയോഗിക്കുന്നൊരു ടൂളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ഇവാലുവേഷന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ പ്രോഗ്രസ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ ദ സബ്ജക്റ്റ് ഏരിയ. ഓരോ സബ്ജക്റ്റിലുമുള്ള കുട്ടികൾക്ക് എന്തുമാത്രം പ്രോഗ്രസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഒരു ടൂളാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞത്, അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ കാണുമല്ലോ. ഇത് ടൂൾ ആയതുകൊണ്ട് തന്നെ പലരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്ത് വച്ചേക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് NM ഡൗണി പറഞ്ഞതാണ്, എനി ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് ദ അറ്റൈൻമെൻറ്റ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ് ഓർ ലേണിംഗ്. ഒരു ട്രെയിനിങ് കഴിയുക, അല്ലെങ്കിൽ ഒരു പഠനം കഴിഞ്ഞിട്ട് ഓരോ വ്യക്തിയെയും അവരെന്തുമാത്രം കാര്യങ്ങൾ അറ്റൈൻ ചെയ്തു, എന്തുമാത്രം കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റിനെയാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനിങ് ദ എമൗണ്ട് ഹാസ് ലേൺഡ് ത്രൂ ഇൻസ്ട്രക്ഷൻ. അത് പറഞ്ഞത് ഗ്രൗണ്ട്ലണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇപ്പോൾ തോന്നി ഞാനിപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുവയ്ക്കുകയല്ല ചെയ്യുന്നത്. ആ ഒരു ടെസ്റ്റിന് അത് പ്ലാൻ ചെയ്യുന്നത് തൊട്ട് അത് കുട്ടികളിലേക്ക് എത്തുന്നവരെ അത് ഒരു സ്റ്റെപ്പ് വൈസാണ്. അത് നമ്മളിനി പറയും. അത്രയ്ക്കും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഫോർ ഡിറ്റർമിനിങ് ദ എമൗണ്ട് ഹാസ് ലേൺഡ് ത്രൂ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ എടുക്കട്ടെ, സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് വന്ന സമയത്ത് അവർ കുറേ ഇൻസ്ട്രക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചിരിക്കണം, കുട്ടികൾക്ക് ഇത്ര കാര്യങ്ങൾ കിട്ടണം. ആ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് കുട്ടികൾ എന്തുമാത്രം പഠിച്ചു, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിൽ നിന്ന് എന്തുമാത്രം കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് വഴി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ഡിസൈൻ ടു മെഷർ എ പേഴ്സൺസ് നോളേജ്, സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിങ് ഇൻ എ ഗിവൺ ഫീൽഡ് ടോട്ട് ഇൻ എ സ്കൂൾ. ഇനി ഗുഡ് ഡിക്ഷണറിക്കകത്ത് പറയുന്നതാണ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഡിസൈൻ ടു മെഷർ, അത് ഉറപ്പായിട്ടും ടെസ്റ്റ് ആയതുകൊണ്ട് അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ, പേഴ്സൺസ് നോളേജ്, ഒരു പേഴ്സൻ്റെ നോളേജ് അളക്കാനായിട്ട്, സ്കില്ല് അളക്കാനായിട്ട്, അണ്ടർസ്റ്റാൻഡിങ് അളക്കാനായിട്ട്, ഇൻ എ ഗിവൺ ഫീൽഡ് ടോട്ട് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിൽ ഒരു ഫീൽഡ്, ഇപ്പോൾ എക്സാമ്പിൾ ആർട്സ്. ആർട്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ചോ. സ്കൂളിലൊരു പ്രത്യേക ഫീൽഡാണല്ലോ ആർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂളിൽ പഠിപ്പിച്ച ആർട്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനകത്ത് ഒരു കുട്ടിക്കുള്ള എന്തുമാത്രം അറിവ് ആ കുട്ടിയെ കൊണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം സ്കിൽ അതിൻ്റെ അകത്ത് എത്രയുണ്ട്, എന്തുമാത്രം കുട്ടികൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ അളക്കുന്ന ഒരു ടൂൾ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷൻസാണ്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ബേസിസ് ഓഫ് പ്രൊമോഷൻ ടു ദി നെക്സ്റ്റ് ഗ്രേഡ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുക എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ജോലിക്ക്, അതുപോലെ ഒരു ഗ്രേഡിൽ നിന്ന് ഒരു കുട്ടി ഒരു ഗ്രേഡിൽ നിന്നും അടുത്ത ഗ്രേഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഹെൽപ്പിംഗ് ഫൈൻഡിങ് ഔട്ട് ദ ബിഗിനിങ് ഓഫ് ദി അക്കാഡമിക് ഇയർ വെർ ഈച്ച് സ്റ്റുഡൻറ്റ് സ്റ്റാൻഡ്സ് ഇൻ വേരിയസ് അക്കാഡമിക് ഏരിയാസ്. അതുപോലെ തന്നെ എവിടെ ഉപയോഗിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ, ഇപ്പം ജൂൺ തുടങ്ങിയ സമയത്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പം ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ആദ്യമായി കൊണ്ട് ചേർക്കുന്ന ആ സമയത്ത് ഓരോ കുട്ടിയും ഓരോ ലെവലിലുള്ളവരാണ്. ചിലർക്ക് ചില കാര്യത്തിൽ അറിവ് കൂടുതലായിരിക്കും, ചിലർ മാത്സിൽ എക്സ്പേർട്ടായിരിക്കും, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അവരുടെ അക്കാഡമിക് ഏരിയാസ്, അല്ലെങ്കിൽ അവർക്ക് എന്തുമാത്രം നോളേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പോലെ ടെസ്റ്റ് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അതിനു വേണ്ടി സഹായിക്കും.
മോട്ടിവേറ്റ്സ് സ്റ്റുഡൻസ് ബിഫോർ എ ന്യൂ അസൈൻമെൻറ്റ് ഈസ് ടേക്കൺ അപ്പ്. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു ഇടയ്ക്ക് വെച്ചൊരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തി. അപ്പോൾ കുട്ടികൾക്ക് അവർക്ക് തന്നെ അതിലുള്ള അവരുടെ മാർക്കുകൾ അല്ലെങ്കിൽ അതിൽ അവർക്ക് എന്തുമാത്രം പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അടുത്തൊരു അസൈൻമെൻറ്റിലേക്ക് അവർ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആവും. അപ്പോൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത് സഹായിക്കാറുണ്ട്. പ്രൊവൈഡ്സ് ദ എവിഡൻസ് റിലേറ്റിംഗ് ടു ദ റിയലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, എഫക്റ്റീവ്നെസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡഡ് ആൻഡ് മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ എംപ്ലോയ്ഡ് ബൈ ദ ടീച്ചർ. അതുപോലെ തന്നെ എന്തിനൊക്കെ സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ്സ് ദ എവിഡൻസ് റിലേറ്റിംഗ് ടു ദി റിയലൈസേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മളൊരാളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് വെച്ചേക്കും നമ്മളെ കയ്യിൽ. വെച്ചാൽ നമുക്ക് ഇത് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ഇതൊക്കെ കുട്ടികൾക്ക് വേണം, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ഇതിൽ നിന്ന് കുട്ടി പഠിച്ചിരിക്കണം എന്നുള്ളൊരിതുണ്ട്. അപ്പം എന്തുമാത്രം ഒബ്ജക്റ്റീവ്സ് കുട്ടികൾക്ക് അല്ലെങ്കിൽ അതവർക്ക് മനസ്സിലായി എന്നുള്ളത്, അതുപോലെ എഫക്റ്റീവ്നെസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ കൊടുത്ത ലേണിംഗ് എക്സ്പീരിയൻസ് എന്തുമാത്രം കുട്ടികളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുവാണ് ടീച്ചേഴ്സ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്. എന്നുവെച്ചാൽ മൊത്തത്തിൽ ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് നോളേജ് എന്ന് പറയുന്നത് കുട്ടിയുടെ കയ്യിൽ മാത്രമല്ല, അതിൽ പല പല ഫാക്ടർ വരും. കരിക്കുലം, മോഡൽസ് ഓഫ് ടീച്ചിങ്, അതൊക്കെ കുട്ടിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം കുട്ടിയെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു രീതിയിൽ പഠിപ്പിക്കുന്നു, അത് കുട്ടിക്ക് എന്തുമാത്രം മനസ്സിലായോ, ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും, അടുത്ത രീതിയിൽ പഠിപ്പിക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ കുട്ടിക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് ഗ്രേഡിലോട്ട് പോകാനായിട്ട്, ഒരു അക്കാഡമിക് പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് കുട്ടികളുടെ അക്കാഡമിക് ഏരിയ മനസ്സിലാക്കാനായിട്ട്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. വാലിഡ്, റിയലബിൾ, ഒബ്ജക്റ്റിവിറ്റി, പ്രാക്ടിക്കബിലിറ്റി, അഡിക്വസി, കമ്പാരറ്റബിലിറ്റി, യൂട്ടിലിറ്റി, ഇക്വിലിബ്രിയം. വാലിഡ് എന്ന് പറയുന്നത് ചുമ്മാ കയറി ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്താനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ തോന്നിയ കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അതുമായിട്ട് ഒരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞാൽ അങ്ങനെയല്ല. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടൊരു ഇതിൽ മാത്രമേ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്താവുള്ളൂ. ഇനി റിയലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് തോന്നിയ കണക്ക്, മറ്റേ വാലിഡ് പറയണമല്ല, വാലിഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം എന്നാണ്. പെർഫെക്റ്റ് അച്ചീവ്മെൻറ്റ് എന്ന് വെച്ചാൽ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവച്ചിട്ടുള്ളതല്ല അച്ചീവ്മെൻറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റായിട്ടൊരു പ്രോബ്ലത്തിന് കറക്റ്റായിട്ടുള്ള ഇതായിട്ടുള്ളതായിരിക്കണം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. റിയലബിൾ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നതും, അല്ലെങ്കിൽ എന്തുവാണ് റിയലബിൾ ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് സിറ്റുവേഷനിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഒബ്ജക്റ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരിക്കലും ഇതിപ്പം അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഒരു ടീച്ചറായിരിക്കും ഇത് മാർക്ക് ഇടുന്നത്, അല്ലെങ്കിൽ ടീച്ചറായിരിക്കും ഇത് അനലൈസ് ചെയ്യുന്നത്. ഒരിക്കലും ടീച്ചറിൻ്റെ ഇഷ്ടം വരാനോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞത് കേട്ടതിന് മാർക്ക് ഇട്ട് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആ ടെസ്റ്റ് നടത്തിയ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അതിലിടണം. അല്ലാതെ ഒരു ടീച്ചർ വേറൊരാളുടെ താല്പര്യപ്രകാരമുള്ള മാർക്കൊന്നും ഇതിനെന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ഇനി പ്രാക്ടിക്കബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം കോസ്റ്റിൻ്റെ കാര്യത്ത്, സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ചില ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയത്തില്ലേ, പക്ഷേ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അങ്ങനെയല്ല. ഇനി അഡിക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്യുറേറ്റ് ആയിട്ടൊരു റിസൾട്ട് ഏകദേശം നമുക്ക് തരുന്നുണ്ട് ഇത്. ഇനി കമ്പാരബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ തുടക്കത്തിലൊരു കുട്ടിയെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ നിലവാരം എനിക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കുറേ വേറൊരു രീതിയിലൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അതുപോലെ നടത്തുമ്പോൾ ആ കുട്ടിയുടെ നോളേജിൽ വന്ന മാറ്റം തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ കമ്പാരിസൺ ചെയ്തുകൂടാന്നാണ് പറയുന്നത്, പക്ഷെ അങ്ങനെയല്ല. കുട്ടികളെ അനലൈസ് ചെയ്യാൻ പറ്റും, അവരുടെ നിലവാരം എങ്ങനെയാണ്, അവർക്ക് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ കമ്പയറബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗം ഉള്ളതാണിത്. എന്നുവെച്ചാൽ ആവശ്യമില്ലാത്തൊരു ടൂൾ പോലെയല്ല, നമുക്ക് പ്രധാനപ്പെട്ട സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ആവശ്യത്തിനോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു
ഒരു ടൂളാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ഞാൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അതും തോന്നി കണക്കൊരു ക്വസ്റ്റ്യൻ അല്ല കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ഓർഡർ വേണം. ഇപ്പോൾ ഞാൻ എന്തുവാണ്, കുട്ടിയുടെ ബിഹേവിയറിനെ കുറിച്ചും കുട്ടിയുടെ എഡ്യൂക്കേഷനെ കുറിച്ചുമുള്ള ടെസ്റ്റാണ് നടത്തുന്നത്. ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 ബിഹേവിയർ ആയിരിക്കണം, 5 എഡ്യൂക്കേഷൻ ആയിരിക്കണം. അവിടെ ക്വസ്റ്റ്യൻസ് ബാലൻസ്ഡ് ആയിരിക്കണം. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. ഒരു കുട്ടിയോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് കൊടുക്കുക അങ്ങനെയില്ല. ക്വസ്റ്റ്യൻസ് ആയാലും നമ്മൾ എന്തറിയാൻ വേണ്ടിയിട്ടാണോ നടക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം ക്വസ്റ്റ്യൻസിൽ. ഇനി സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആദ്യം പ്ലാൻ ചെയ്യുക, പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് എ ഡിസൈന്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻറ്റ്, റൈറ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ്, പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം, പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ വൈസ് അനലൈസിസ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ് പ്ലാൻ ചെയ്യുക എന്ന് വെച്ചാൽ വാട്ട് ഹി ഇൻറ്റൻസ് ടു മെഷർ. എന്താ എനിക്ക് മെഷർ ചെയ്യേണ്ടത്, ഒരു കാര്യം മെഷർ ചെയ്യാൻ വേണ്ടിയാണല്ലോ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. എന്താണ് എനിക്ക് മെഷർ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യുക, ഞാൻ മനസ്സിലാക്കുക. അതാണ് പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്. മാക്സിമം ടൈം ആൻഡ് മാക്സിമം മാർക്സ്. എത്ര ടൈം ആയിരിക്കണം ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ കൊടുക്കേണ്ടത്, എത്ര മാർക്കായിരിക്കണം ഞാൻ മാക്സിമം ഇതിനിടേണ്ടത്, നേച്ചർ ഓഫ് ദി ടെസ്റ്റ്, ഏത് രീതിയിലുള്ള ടെസ്റ്റ് ആയിരിക്കണം, കുട്ടിയെ എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലായിരിക്കണോ, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടായിരിക്കണോ, കുട്ടിയുടെ അഭിപ്രായത്തിന് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണോ, അതിനെക്കുറിച്ചുള്ള കണ്ടൻറ്റ്, എന്ത് കണ്ടൻറ്റാണ് ഞാൻ ഉൾപ്പെടുത്തേണ്ടത്. ഒരു കറക്റ്റായിട്ടൊരു പ്ലാനിങ്, നമ്മൾ വീട് വയ്ക്കുന്നതും പ്ലാൻ വരയ്ക്കുന്ന പോലെ തന്നെ കറക്റ്റ് എവിടെ റൂം വരണം എവിടെ ഇത് വരണം എന്ന് പറയത്തില്ല, അതുപോലെ എന്ത് കാര്യമാണ് ഞാൻ മെഷർ ചെയ്യേണ്ടത്, എത്ര ടൈം കൊടുക്കണം, എത്ര മാർക്ക് കൊടുക്കണം, എന്ത് കണ്ടൻറ്റാണ് കൊണ്ടുവരേണ്ടത്, ഏത് നേച്ചറിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ദി ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ആയിട്ട് ഈ പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ട് 4 കാര്യങ്ങളുണ്ട്. വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്, വെയിറ്റേജ് ടു കണ്ടൻറ്റ്, വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. വെയിറ്റേജ് ഏതിനൊക്കെ, ഒബ്ജക്റ്റീവ്സ്, കണ്ടൻറ്റ്, ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ടി ലെവൽ. ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ ടു ബി ടെസ്റ്റഡ് ആൻഡ് വാട്ട് വെയിറ്റേജ് ഹാസ് ടു ബി ഗീവൺ ടു ഈച്ച് ഒബ്ജക്റ്റീവ്സ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് ഇത് എന്തിനാ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ ഒബ്ജക്റ്റീവ്സ് വയ്ക്കും, ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ടത്. അതുപോലെ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മെയിനായിട്ട് ഇതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് കിട്ടേണ്ടതെന്ന് എഴുതി വയ്ക്കും, അതാണ് ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സൊക്കെ അതിന് എത്ര വെയിറ്റേജ്, അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു കുട്ടി ഒരു കാര്യം ഓർത്ത് പറയുന്നതാണെങ്കിൽ അതിന് 3 മാർക്കായിരിക്കണം കൊടുക്കേണ്ടത്. അതിൻ്റെ പെർസെൻറ്റേജ് 12 അങ്ങനെ വേർതിരിച്ചെടുക്കുക. ഓരോ ഒബ്ജക്റ്റീവ് ബേസിനും ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെത്ര മാർക്ക് കൊടുക്കണം, അതിനെത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്ന് നമ്മൾ എഴുതി വെച്ചേക്കണം. അതുപോലെ വെയിറ്റേജ് ടു കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ കണ്ടൻറ്റ് ടു ബി ടെസ്റ്റഡ് ആൻഡ് വെയിറ്റേജ് ടു ബി ഗിവൺ. ഇവിടെ നമ്മൾ കണ്ടൻറ്റ്, ഇപ്പോൾ ഞാൻ ആ കുട്ടിയുടെ മാത്സിൻ്റെ അറിവുകളാണ് നോക്കുന്നത് എങ്കിൽ ആ ടോപ്പിക്കിനൊക്കെ എത്ര മാർക്ക് വെച്ചാൽ കൊടുക്കേണ്ടത്, എത്ര പെർസെൻറ്റേജാണ് അതിന് കൊടുക്കേണ്ടതെന്ന് എഴുതി വയ്ക്കുന്നതാണ്. മറ്റേത് ടോട്ടൽ മാർക്കാണ് നമ്മൾ ആദ്യമേ പ്ലാനിങ്ങിൽ എഴുതുന്നത്, പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റിൽ. ഇതിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഇന്നതിന് ഇത്ര മാർക്ക് എന്നുള്ളത്. ഇനി വെയിറ്റേജ് ടു ഫോം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇൻഡിക്കേറ്റ്സ് ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടെസ്റ്റ് ആൻഡ് ദ വെയിറ്റേജ് ടു ബി ഗിവൺ. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ചിലപ്പോൾ മൊത്തം എസ് ആയിരിക്കാം, ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് കാണും, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് കാണും, മൾട്ടിപ്പിൾ ചോയ്സ് കാണും. അപ്പോൾ അങ്ങനെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും എത്ര മാർക്ക് വെച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇവിടെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 7 മാർക്ക്. ഷോർട്ട് ആൻസർ ടൈപ്പിന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 13 മാർക്ക്. അങ്ങനെ ഓരോ ടൈപ്പിനും എത്ര മാർക്ക് വെച്ച് പോകണം. ഇനി വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം
ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം, ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം, ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അതിനെത്ര മാർക്കുകൾ വെച്ചിട്ടാണ്? അതാണ് അവിടെ. ഈസി ആയിട്ടുള്ള 5 മാർക്ക്, ആവറേജ് ആകുമ്പോൾ 15, ഡിഫിക്കൽട്ടി ആകുമ്പോൾ 5. അപ്പോൾ അതാണ് ആ സ്റ്റെപ്പ്. പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടോട്ടൽ മാർക്കിനെ എല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയും. ഓരോ കാര്യത്തിനായിട്ട്, കണ്ടൻറ്റിന് വേണ്ടിയിട്ട്, ഒബ്ജക്റ്റീവ് വേണ്ടിയിട്ട്, ഫോം ഓഫ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്, അതുപോലെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്തോ പറഞ്ഞ ഡിഫിക്കൽട്ടി ലെവൽ അറിയാൻ വേണ്ടിയിട്ട്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ പ്ലാനിങ് ആയി, പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ ആയി, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ് ആണ്. It is a 3-dimensional chart giving the placement of the objectives, content and form of questions. It gives a complete functional picture of the test. ഒരു ടെസ്റ്റ് നമ്മൾ ആദ്യമേ എല്ലാം അങ്ങ് ഡയറക്റ്റ് ടെസ്റ്റ് ആ പേപ്പർ എഴുതുകയല്ല ചെയ്യണത്. അതിനൊരു മോഡൽ നമ്മൾ ഉണ്ടാക്കണം. അതാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ 3-dimensional ചാർട്ടിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എവിടെയാണ് വയ്ക്കേണ്ടത്, കണ്ടൻറ്റ് എവിടെയൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെയാണ് വയ്ക്കേണ്ടതെന്ന് നമ്മളൊരു കംപ്ലീറ്റ് പിക്ചർ അതിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. അതാണ് ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇനി ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇനി ഐറ്റംസ് എഴുതണം. ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റൈറ്റിംഗ് ഐറ്റംസ് അക്കോർഡിംഗ് ടു ദ ബ്ലൂ പ്രിൻ്റ്. ബ്ലൂ പ്രിൻ്റകത്ത് നമ്മൾ ചെയ്തു ഈ ഒബ്ജക്റ്റീവ്സ്, ബാക്കിയല്ല ഐറ്റംസ് വെച്ചാൽ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് ബ്ലൂ പ്രിൻറ്റിൽ നമ്മൾ വച്ചേക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. ഡിഫിക്കൽട്ടി ലെവൽ ഹാസ് ടു ബി കൺസിഡേർഡ് ബൈ റൈറ്റിംഗ് ദ ഐറ്റംസ്. ഈ ഐറ്റംസ് എഴുതുമ്പോൾ ഡിഫിക്കൽട്ടി ലെവലും നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ്റെ അകത്ത് പറഞ്ഞല്ലോ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര മാർക്ക്. അപ്പോൾ അത്ര ഇതിലുള്ള ഐറ്റംസ് മാത്രമേ വരാവുള്ളൂ. ഡിഫിക്കൽട്ടി ആകുമ്പോൾ എത്ര, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനേ വരാവുള്ളൂ. അപ്പം മാർക്ക് കൂടെ അനുസരിച്ച് വേണം ക്വസ്റ്റ്യൻ ഇടാനായിട്ട്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പരീക്ഷയെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഒരു 5 മാർക്കിനുള്ള എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷേ അത് 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് ടെസ്റ്റ് അല്ല. ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ എഴുതാനുള്ള സംഭവം 10 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും എഴുതാൻ കിട്ടത്തില്ല. അതുപോലെ അങ്ങനെ നോക്കരുത് നമ്മൾ. അതുകൊണ്ടാണ് പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ ഓരോന്നും വെയിറ്റേജ് നോക്കി വേണം നമ്മൾ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇറ്റ് ഷുഡ് ആൾസോ ചെക്ക്ഡ് വെദർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ക്യാൻ ബി ആൻസേർഡ് വിത്തിൻ ദ ടൈം അലോട്ടഡ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഐറ്റംസ് എഴുതി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്കൊരു സമയവും പറഞ്ഞായിരുന്നു അവിടെ ആദ്യമേ പ്ലാനിങ്ങിൽ. ആ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു അറേഞ്ച് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഡിഫിക്കൽട്ടി ലെവൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനും പഠിക്കണം. ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ആദ്യമേ കാണുമ്പോൾ നമ്മളുള്ള ഇതെല്ലാം പോകും. കാരണം ആദ്യമേ ഭയങ്കര പാടായിരിക്കാം. ചിലപ്പോൾ അതിനിടയ്ക്ക് എളുപ്പമുള്ളത് കാണുമായിരിക്കാം, പക്ഷെ ആദ്യമേ ഈ പാടുള്ളത് കണ്ടപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ പഠിച്ചതും കൂടെ മറന്നു പോകും. അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണ്. കണ്ടോ, ഒരു ചെറിയൊരു മോഡൽ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. ഇനി പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം. അപ്പോൾ പ്ലാനിങ് കഴിഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ കഴിഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻറ്റ് കഴിഞ്ഞു, റൈറ്റിംഗ് ദ ഐറ്റംസ് കഴിഞ്ഞു. ഇനി അടുത്ത പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം എന്ന് പറയും. ഇവിടെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഉള്ള മാർക്ക് ഇടുകയാണ്, അതിൻ്റെ ആൻസറും മാർക്കും. അതാണ് സ്കോറിംഗ് കീ എന്ന് പറയുന്നത്. മറ്റേത് മൊത്തത്തിലുള്ള വെയിറ്റേജാണ് എടുത്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്, അതിൻ്റെ മാർക്ക് എത്രയാണ്. അതാണ് ഈ സ്കോറിംഗ് കീയിൽ. In the case of short answer and essay type questions, the marking scheme is prepared. ഇവിടെ നമ്മൾ ചെറിയ ഒബ്ജക്റ്റീവ് ടൈപ്പൊക്കെ ആണെങ്കിൽ ഈ മോഡലേക്ക് താഴെ തന്നേക്കുന്നുണ്ടല്ലേ, അതിനാണ് നമ്മൾ സ്കോറിംഗ് കീ എടുക്കുന്നത്. ഇനി വലിയ എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ താഴെ കൊടുത്തേക്കുന്നുണ്ടല്ലേ, ഇതുപോലെയുള്ള മാർക്കിംഗ് സ്കീമാണ് എടുക്കുന്നത്. ഇൻ പ്രിപ്പയറിംഗ് മാർക്കിംഗ് സ്കീം, ലിസ്റ്റ് ഔട്ട് ദ വാല്യൂ പോയിൻറ്റ്സ് ടു ബി ക്രെഡിറ്റഡ് ആൻഡ് ഫിക്സ് അപ്പ് ദി മാർക്ക് ടു ബി ഗിവൺ ടു ഈച്ച് വാല്യൂ പോയിൻറ്റ്. അപ്പം വാല്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ആൻസറിൽ ഒരു ഇന്ന പോയിൻ്റ് വേണം എന്നുള്ളൊരു സംഭവം കാണും. അതിന് എത്ര മാർക്ക് വെച്ചാണ് കിട്ടുന്നത്. ഇപ്പോൾ എസ്സേ ആകുമ്പോൾ നമ്മൾ ചിലർ പറഞ്ഞില്ലേ, നമുക്ക് അതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ട് ടീച്ചർമാർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമെന്ന്. കാരണം അവരത് നോക്കിയിട്ട് മാർക്ക് കിട്ടും. മൊത്തത്തിൽ വായിക്കേണ്ട ആവശ്യമില്ല, അത് നോക്കി നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് വീഴും. ഇനി ക്വസ്റ്റ്യൻ വൈസ് അനലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു നോ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ടെസ്റ്റ്, ടോട്ടലി ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ദ ബ്ലൂ പ്രിൻറ്റ് ആൻഡ് ടു ഡിറ്റർമിൻ ദ കണ്ടൻറ്റ് വാലിഡിറ്റി ഓഫ് ദി ടെസ്റ്റ്.
ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിൻ്റെ സ്ട്രെങ്തും വീക്കനിങ്ങും ഒക്കെ അനലൈസ് ചെയ്യും. ടോട്ടലി ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ദ ബ്ലൂ പ്രിൻറ്റ് മൊത്തത്തിൽ നോക്കും നമ്മൾ, അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിൻ്റെ കണ്ടൻറ്റ് വാലിഡിറ്റി എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ വൈസ് അനലൈസിസ് എന്ന് പറയുന്നത്. ഇതാണ്ട് കണ്ടോ, ക്വസ്റ്റ്യൻ, കണ്ടൻറ്റ്, ഒബ്ജക്റ്റീവ്സ്, ഫോം ഓഫ് ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ടി ലെവൽ, മാർക്സ്, അലോക്കേഷൻ ടൈം, ഇതെല്ലാം വെച്ച് മൊത്തത്തിൽ കറക്റ്റാണോ അല്ലയോ നോക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ സ്കൂൾ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്, ഒരു ടൂളാണ്. അത് പല പല കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഗ്രേഡ് മാറുന്നതനുസരിച്ച് കുട്ടിയുടെ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ അവരുടെ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടി, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ വാലിഡ് ആയിരിക്കണം, റിയലബിൾ ആയിരിക്കണം, കമ്പാരബിലിറ്റി ആയിരിക്കണം, ഇക്വിലിബ്രിയം ആയിരിക്കണം, ഒബ്ജക്റ്റിവിറ്റി ആയിരിക്കണം, യൂട്ടിലിറ്റി ആയിരിക്കണം, പ്രാക്ടിക്കബിലിറ്റി ആയിരിക്കണം. ഇനി അവരുടെ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ്. ആദ്യം പ്ലാനിങ്, പ്രിപ്പറേഷൻ ഓഫ് ദി ഡിസൈന്, പ്രിപ്പറേഷൻ ഓഫ് ദി ബ്ലൂ പ്രിൻറ്റ്, പിന്നെ എന്ത് ചെയ്യും, റൈറ്റിംഗ് ദ ഐറ്റംസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പറേഷൻ ഓഫ് എന്താണ്, സ്കോർ കീ ആൻഡ് മാർക്കിംഗ് സ്കീം, പിന്നെ ക്വസ്റ്റ്യൻ വൈസ് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതൊക്കെയായിരുന്നു എന്തെന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പുകളാണ് കൂടുതലും നമ്മളിപ്പോൾ പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചില കേസുകളിൽ നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതല്ല, അതിന് ഇങ്ങനെയൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റേജ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സിൻ്റെ വെയിറ്റേജ് കൊടുക്കണം, അതുപോലെ എന്താണ് ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് കൊടുക്കണം, ഡിഫിക്കൽട്ടി ലെവൽ കൊടുക്കണം, അതുപോലെ പിന്നെ എന്തുവാണ് കണ്ടൻറ്റിനും വെയിറ്റേജ് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.